ഗസ നഗരം പിടിച്ചെടുക്കാനും ഏകദേശം 1 ദശലക്ഷം ഫലസ്തീനികളെ തെക്കൻ പ്രദേശങ്ങളിലെ കോൺസെൻട്രേഷൻ മേഖലയിലേക്ക് ബലമായി മാറ്റിപ്പാർപ്പിക്കാനുമാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഇത് ഉടൻ നടപ്പിലാക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ചുറ്റിലും ആക്രമണങ്ങൾ നടക്കുന്നു, നിരവധി പേർ മരിച്ചു വീഴുന്നു, സർവത്ര പട്ടിണിയാണ്, കുടിക്കാൻ ശുദ്ധമായ വെള്ളം പോലുമില്ല. ഇതൊക്കെയാണെങ്കിലും ശരി, ജനിച്ചു വീണ ഈ മണ്ണ്, അതായത് തങ്ങളുടെ സ്വന്തമായ ഈ മണ്ണ് അത് വിട്ട് എവിടേക്കുമില്ലെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഫലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ മനുഷ്യർ. ഇതാണ് തോൽപ്പിക്കാൻ പറ്റാത്ത സമരവീര്യം. ഇസ്രായേൽ പകച്ചു പോകുന്നതും ഇത്തരം പ്രസ്താവനകളുടെ നിലപാടുകളുടെ മുന്നിലാണ്. നമ്മൾ ഇന്ത്യക്കാരുടെ പൂർവികർ പണ്ട് ഇതേപോലെ ഒരേ നിൽപ്പ് നിന്നതിൻ്റെ തണലിലാണ് നാം ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്ത് താമസിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ വാർഷികം നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ ലോകത്ത് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു ജനതയെ നമ്മൾ മറക്കുന്നത് എങ്ങനെയാണ്? ഗസ നഗരം സൈനികമായി കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയെ ഐക്യരാഷ്ട്രസഭ, നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ എതിർത്തു കഴിഞ്ഞു. പദ്ധതിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്താത്തിടത്തോളം കാലം അർത്ഥവത്തായ മാറ്റമൊന്നും ഇസ്രായേലിൻ്റെ നടപടിയിൽ ഉണ്ടാകില്ലെന്ന് രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മുൻ ഉപദേഷ്ടാവുമായ സേവ്യർ അബു ഈദ് പറയുന്നു. ലോകം ഇപ്പോൾ ചെയ്യേണ്ടത് അപലപിക്കുന്നതിന് പകരം ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് സാരം. പ്രധാന പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ഉപരോധങ്ങൾ എന്ന വാക്ക് നമ്മൾ കേൾക്കാത്തിടത്തോളം കാലം കാര്യങ്ങൾ മാറാൻ പോകുന്നില്ല എന്ന് അബു ഈദ് വ്യക്തമാക്കുന്നു. ഗാസയിൽ നിരപരാധികളായ സാധാരണക്കാരില്ലെന്ന പ്രഖ്യാപനം മുതൽ ഇസ്രായേൽ സർക്കാർ ഈ വംശഹത്യയുടെ ഓരോ ഘട്ടവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വെട്ടിക്കുറക്കുമെന്ന് അവർ പറഞ്ഞു, വെള്ളം വെട്ടിക്കുറച്ചു. ഭക്ഷണം വെട്ടിക്കുറക്കുമെന്ന് അവർ പറഞ്ഞു, ഭക്ഷണം ഇല്ലാതാക്കി. ബോംബ് വെക്കുമെന്ന് അവർ പറഞ്ഞു, ബോംബ് വെച്ചു. ഇപ്പോൾ അവർ പറയുന്നത് ഗസ നഗരത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ പോവുകയാണെന്നാണ്. അബൂയിദിന്റെ അഭിപ്രായത്തിൽ നെതന്യാഹുവിന്റെ പദ്ധതി ഹമാസിനെ പരാജയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ഫലസ്തീൻ്റെ വടക്കൻ നഗരത്തെ വംശീയമായി തുടച്ചു നീക്കുക എന്നാണ്. കാരണം ഇസ്രായേലിൻ്റെ മാത്രമല്ല മുഴുവൻ മേഖലയുടെയും ഭാവി നിർണ്ണയിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുതുന്നുണ്ട്. 5 മാസത്തിലേറെയായി മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഉൾപ്പെടെ ഒരു മാനുഷിക സഹായവും ഗസയിലേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചിട്ടില്ലെന്ന് എക്സിലെ ഒരു അപ്ഡേറ്റ് പോസ്റ്റിൽ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി പറയുമ്പോൾ ഓർക്കേണ്ടത് നെതന്യാഹു എത്തരത്തിലുള്ള ഒരു ഉന്മൂലനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ്. ക്രൂരതയിൽ ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്ന നിലയിലേക്ക് എന്നോ അധപതിച്ചു പോയിട്ടുണ്ട് നെതന്യാഹു. അതേസമയം ഗസയിലെ ജനങ്ങൾക്കെതിരായ ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ ഭീഷണിയെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വ്യക്തമായ പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എതിർക്കുകയാണെങ്കിൽ എന്നോ അത് വിളിച്ചു പറയേണ്ട ട്രംപ് മൗനം പാലിക്കുന്നില്ലെന്ന് ഒരു കാര്യം വ്യക്തമാണ്. അമേരിക്കയുടെ പിന്തുണയോടെ തന്നെയാണ് ഇസ്രായേൽ ഇത്തരമൊരു വംശീയ ഉന്മൂലനത്തിന് പദ്ധതിയിടുന്നത്.